ഉച്ചാസ് ക്രിയേഷൻ യൂട്യൂബ് ചാനൽ. ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മളിൽ ഒരുപാട് ആളുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു തആല നമ്മുടെയൊക്കെ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള ഹലാലായ വഴി തുറന്നു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മെ ആരെങ്കിലും സഹായിച്ചാൽ, നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ, നമ്മൾ തിരിച്ചു ഉപകാരം ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തതിനേക്കാളും കുറച്ച് കൂടുതൽ ചെയ്യൽ സുന്നത്താണ് എന്നാണ് ഉസ്താദുമാർ നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആരെങ്കിലും പൈസ തന്നുകൊണ്ട് സഹായിച്ചാൽ അത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ചധികം കൊടുക്കൽ സുന്നത്താണ് എന്നാണ്. അത് ഞാൻ പറയുന്നതല്ല, നമ്മുടെയൊക്കെ ആവേശമായ ബഹുമാനപ്പെട്ട അനസ് അമാനി ഉസ്താദ് പുഷ്പഗിരി ഉസ്താദിനിക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദ് പറയുന്നത് ഒന്ന് കേൾക്കുക. അതങ്ങനെയാ, ഒരാൾ നമുക്ക് ഒരു ഉപകാരം ഇങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറച്ച് അധികം കൊടുക്കണം. ഒരാൾ നമ്മുടെ അർജന്റ് ആവശ്യത്തിന് 10,000 രൂപ കടം തന്നു, കടം വീട്ടുമ്പോൾ കുറച്ച് അധികം കൊടുക്കൽ സുന്നത്താണ്. അതേസമയത്ത് കടം കൊടുക്കുന്ന സമയത്ത് തന്നെ ഇന്നലത്തെ വയല് കേട്ടിട്ടില്ല, അധികം കിട്ടുമല്ലോ അല്ലേ, അങ്ങനെ പറയാൻ പാടില്ല. കടം കൊടുക്കുമ്പോൾ അധികം കിട്ടണമെന്ന് കണ്ടീഷൻ വെച്ചാൽ അത് പലിശയാവും. എന്താണ് ഉസ്താദ് പറഞ്ഞത്? നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മെ ഒരാൾ കടം തന്നുകൊണ്ട് സഹായിച്ചാൽ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ചധികം കൊടുക്കൽ സുന്നത്താണ്. പക്ഷെ അവിടെ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്, ഒരു ഷർത്ത് വെച്ചിട്ടുണ്ട്. എന്താ? കടം കൊടുക്കുന്ന ആള് തിരിച്ചു തരുന്ന സമയത്ത് കൂടുതൽ തരണം എന്ന് അവിടെ നിബന്ധന വെക്കാൻ പാടില്ല. അല്ലെങ്കിൽ തിരിച്ചു തരുമ്പോൾ കൂടുതൽ തരുമല്ലോ എന്നതിലേക്ക് അർത്ഥം വെക്കുന്ന ഒരു വാക്ക് കൊണ്ട് പോലും സൂചന കൊടുക്കാൻ പോലും പാടില്ല. അപ്പോ അത് പലിശയായി, പലിശ ഹറാമായി. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞതാണ്, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. കച്ചവടം നിങ്ങൾക്ക് ഹലാലാണ്, പക്ഷേ പലിശ നിങ്ങൾക്ക് ഹറാമാണ്. പലിശ കടുത്ത ഹറാമാണ്. പലിശയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാനിപ്പോ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. ഇത് നമ്മെ ഏത് രൂപത്തിൽ നമ്മെ ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിലും തിരിച്ച് നമ്മൾ അവർക്ക് സഹായം കൊടുക്കുമ്പോൾ ഒരല്പം മുൻപന്തിയിൽ നിൽക്കണം എന്നാണ്. അത് സലാം പറയുന്ന സ്ഥലത്താണെങ്കിലും ഉസ്താദ് അവർകൾ പറയുന്നുണ്ട്. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങി, അപ്പൊ ഭാര്യ വഅലൈക്കും അസ്സലാമിൽ ചുരുക്കരുത്, വറഹ്മത്തുള്ളാഹി വബറകാതുഹു വർദ്ധിപ്പിക്കണം. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധമാണല്ലോ. അപ്പൊ ഒരാൾ നമ്മോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മടക്കുമ്പോൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇങ്ങനെ ഒന്ന് കയറ്റി പറയൽ സുന്നത്താണ്. ഇനി ഒരാൾ നമ്മോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇങ്ങനെ നീട്ടി പറഞ്ഞാൽ നമ്മൾ മടക്കൽ നിർബന്ധം എത്രയാണ്? വഅലൈക്കും അസ്സലാം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി നമ്മൾ നീട്ടി പറയൽ സുന്നത്താണ്, പക്ഷെ നിർബന്ധം വഅലൈക്കും അസ്സലാം എന്ന് മാത്രം പറഞ്ഞാൽ മതി. പറയുന്ന ആൾ ഇനി എത്ര നീട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും മടക്കല് വഅലൈക്കും അസ്സലാം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ബാക്കി സുന്നത്താണ്. പക്ഷെ സുന്നത്ത് നമുക്ക് കളയാനുള്ളതല്ല, സുന്നത്ത് നമുക്ക് എടുക്കാനുള്ളത് തന്നെയാണ്. അല്ലാഹു തആല ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.